സർക്ക് നമ്മൾ അൽഫറാബിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അതായത് ഇപ്രാവശ്യം വരുന്ന കുട്ടികൾക്ക് കുറേ റൂമേഴ്സ് എല്ലാം കുറേ ആൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അൽഫറാബി പ്രൈവറ്റ് കോളേജാണ്, ഗവൺമെൻറ് അംഗീകാരമില്ല, അങ്ങനെയെല്ലാം പറഞ്ഞ് കുറേ റൂമേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് തന്നെ അത് കേൾക്കുമ്പോൾ ഒരു ഇതാകുന്നുണ്ട്. കാരണം നമ്മളിവിടെ പഠിക്കുന്നതുകൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ സാറിന് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഓക്കെ. ഉദയ്ഫ് പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ട് അല്ലേ? അത്തരത്തിലുള്ള പല വ്യാജ ആരോപണങ്ങളും നമ്മുടെ ഈ അൽഫറാബി കോളേജിനെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നേരത്തെ ഉദയ്ഫ് പറഞ്ഞതുപോലെ പ്രൈവറ്റ് കോളേജ് ആണെന്നുള്ള കാര്യമൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള നുണ പറയുന്നത് എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അൽഫറാബിയുടെ ഡിമാൻഡ് തന്നെയാണ്. അൽഫറാബിയിലേക്ക് ഇന്ന് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഈ കഴിഞ്ഞ FMG റിസൾട്ട്, നാട്ടിലെത്തിയിട്ടുള്ള FMG റിസൾട്ടിൽ പോലും ഏറ്റവും സെൻട്രൽ ഏഷ്യയിൽ പോലും ഇപ്പോൾ കസാഖ്, ഉസ്ബെക്ക് മറ്റുള്ള രാജ്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉള്ളത് ഇന്ത്യയിലെ FMG എക്സാമിൽ അൽഫറാബിക്കാണ്. അപ്പം അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ഈ പറയുന്ന വേൾഡ് റാങ്കിങ്ങും ഇതിനൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ യൂണിവേഴ്സിറ്റികളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വിദ്യാർത്ഥികളെ എന്താ പറയുക, തെറ്റിദ്ധരിപ്പിച്ച് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം അത്തരത്തിൽ ശ്രമിക്കുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന പ്രൈവറ്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിൽ കേൾക്കുന്ന ആൾക്കാർക്ക് പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് WDOMS, അതായത് വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിലാണല്ലോ ECFMG അക്രഡിഷനൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുന്നത്. അത്തരത്തിൽ കയറി നോക്കുമ്പോൾ ഇത് ഗവൺമെൻറ് ആണോ പബ്ലിക് ആണോ എന്നുള്ളത് കൃത്യമായിട്ട്, അതായത് ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ChatGPT പോലുള്ള ഇത് ബ്രൗസർ വഴിയൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. കാരണം കസാഖിസ്ഥാൻ നാഷണൽ മിനിസ്ട്രിയുടെ യൂണിവേഴ്സിറ്റിയാണ് ഇത്. ഓക്കെ. അപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾക്കൊക്കെ ഇത് കാണുമ്പോൾ വല്ലാതെ ഒരു എന്താ പറയുക, തമാശയായി തോന്നും. എന്തിനാണ് ഇത്തരത്തിലുള്ള നുണ പറയുന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അംഗീകാരം ഇല്ല എന്നുള്ളതൊക്കെ പറയുന്നത്, സത്യം പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെയും WFME അതുപോലെ തന്നെ WHO ഒക്കെ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതിന് പുറമെ ECFMG അക്രഡിഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. USA ഒക്കെ ECFMG അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. സോ NMCയുടെ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് ബാച്ചുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള എല്ലാ ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റൂമേഴ്സ് കേൾക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാം. നമ്മളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് ഇവിടെ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ക്ലോസിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേൾഡ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഇതിനെ നിന്നും കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലതരത്തിലുള്ള റൂമേഴ്സ് ഇറങ്ങുന്നുണ്ടാകും. സോ അത്തരത്തിലുള്ള റൂമേഴ്സിനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പരിശോധിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.